എല്ലാ ദിവസവും സമൂസ കട്ട്ലേറ്റ് ഇതൊക്കെ തന്നെയല്ലേ. ഹലോ, ഇന്ന് റമദാൻ 15 ബുധനാഴ്ച. ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിതേ വ്യത്യസ്തമായിട്ടുള്ള 1-2 പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. എല്ലാ ദിവസവും സമൂസ കട്ട്ലേറ്റ് ഇതൊക്കെ തന്നെയല്ലേ. അപ്പോൾ മടുത്തു സമൂസ. പിന്നെ പോരാത്തിന് സമൂസയൊക്കെ തീർന്ന് ഇനി ഉണ്ടാക്കിയിട്ട് വേണം. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാമെന്ന്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വെറൈറ്റി ഒന്നും അല്ല കേട്ടോ. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോണ ഇത്തവണ. അപ്പോൾ അതുകൊണ്ട് അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഷോപ്പിൽ പോയിട്ട് നമുക്ക് ആദ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാം, എന്നിട്ട് നമുക്ക് വീട്ടിൽ വന്ന് ഉണ്ടാക്കാം. അതാണ് ഇന്നത്തെ പരിപാടി. അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ തിന്ന് മടുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 10-15 ആയപ്പോഴത്തേനും പലഹാരങ്ങളൊക്കെ അല്ലേ. എന്നാലും പിള്ളേർക്ക് വറപൊരിയൊക്കെ വേണമല്ലോ. റാസിന് കട്ട്ലേറ്റൊക്കെ നിർബന്ധമാണ്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നത്. സമൂസയൊക്കെ കുറച്ച് മടുത്ത് തുടങ്ങി ഇപ്പം. അപ്പോൾ എനിക്ക് തോന്നി വേറെ എന്തെങ്കിലും ടൈപ്പൊക്കെ ഉണ്ടാക്കിയാലോ എന്ന്. ഈ പിള്ളേർക്കാണെങ്കിൽ വലിയ വെറൈറ്റീനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും എനിക്കങ്ങനെയല്ലല്ലോ, നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. നമുക്ക് ഈ നോമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ളത് ട്രൈ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇന്നത്തെ നോമ്പ് എന്താ പറയുക, ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ ഇങ്ങനെ പൊടിയുന്നുണ്ട്, തണുപ്പുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഇപ്പോൾ സമയം ഒരു ഉച്ചയൊക്കെയാണ് ഉണ്ടാവും, ഒരു 1:30 മണിയൊക്കെ ആയിട്ടുണ്ട്. പിള്ളേരൊക്കെ സ്കൂളിൽ പോയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പിള്ളേരൊക്കെ സ്കൂളിലോട്ട് വന്നതിന് മുമ്പ് വേഗം ഓടിപ്പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ തോന്നി ഒരു വ്ളോഗും കൂടി അങ്ങോട്ട് ചെയ്യാമെന്ന്. അങ്ങനെയാണല്ലോ, നമ്മളെന്തെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത്. അല്ലാതെ എപ്പോഴും ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ എപ്പോഴും ഉണ്ടാക്കണ പലഹാരങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതും നിങ്ങൾക്കും ഒരു ബോറിങ് ആവുമല്ലോ. ഈ പെണ്ണെന്തേ കാണിക്കണം, എപ്പോഴും ഒരേപോലെ തന്നെ ഉണ്ടാക്കുന്നു, ഒരേ മെത്തേഡ് എന്നൊക്കെ വിചാരിക്കുമല്ലോ. അതുകൊണ്ടാട്ടോ ഞാൻ പുറത്ത് പോകുമ്പോഴും മാത്രമായിട്ട് വ്ളോഗ് ചെയ്യണം. അതുകൊണ്ടാണ്. ഇപ്പോൾ പലരും ചിന്തിക്കും, ഈ പെണ്ണിന് പുറത്ത് തന്നെ പോയി ഫുഡ് കഴിക്കൽ തന്നെ തീറ്റ, വീട്ടിൽ ഇവരൊന്നും ഉണ്ടാക്കണില്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അങ്ങനെയൊന്നല്ല കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെയാണ് എല്ലാ ദിവസവും ഫുഡൊക്കെ കഴിക്കണത്. എങ്കിലും നമ്മൾ പുറത്തുനിന്ന് കഴിക്കണ അപൂർവം ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി ഞായർ ദിവസമൊക്കെയാണ്. അപ്പോൾ നോമ്പും കൂടി ആയപ്പോൾ അതും തീർന്നു. കഴിഞ്ഞ വ്ളോഗുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലിങ്ങനെ ഓരോന്നും ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പുറത്തിറങ്ങുമ്പോഴാണ് ഞാനിങ്ങനെ വ്ളോഗ് ചെയ്യുക. നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണ്ടേ. വെറുതെ ഒരേ മാതിരത്തെ വീഡിയോ തന്നെ, ഒരേ ഡിഷ് തന്നെ ആകുമ്പോൾ നിങ്ങൾക്കും ഒരു ബോറിംഗ് ആവും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ വിചാരിച്ച്. അപ്പോൾ വീഡിയോ വ്ളോഗും കൂടി ചെയ്യാമല്ലോ. അതുകൊണ്ടാണ്. അങ്ങനെ ഭയങ്കരമായ ഒരു വെറൈറ്റി ഫുഡൊന്നുമല്ല, എങ്കിലും നിങ്ങൾ കണ്ടു നോക്ക്. അപ്പോൾ നമുക്ക് ആദ്യം ഷോപ്പിൽ പോവാം. ഇവിടെ ഇപ്പോൾ ന്യൂജേഴ്സിയിൽ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി ഉണ്ട് കേട്ടോ മഴ. ഭയങ്കരമായ മഴയൊന്നുമല്ല, ഇങ്ങനെ ചെറിയ രീതിയിലുള്ളൂ. എങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഴ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലേ. അങ്ങനെ നമ്മൾ ഫാർമേഴ്സ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെയാണ് നമുക്ക് വാങ്ങിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ സിട്രസാണ് എടുക്കുന്നത്. ഇവിടുത്തെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഐറ്റംസുകളൊന്നും ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടിട്ടേ മധുരമൊക്കെ ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഈ മഞ്ഞും തണുപ്പൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കണം. പിന്നെ ഈ കണ്ട ഈ ഫ്രൂട്ട് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്, ഒരു പൂ പോലെയൊക്കെ ഇരിപ്പുണ്ട്. ഇത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അതിൻ്റെ പേര് അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ എന്തോ വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഫ്രൂട്ട്. ഇങ്ങനത്തെ ഒരുപാട് ഫ്രൂട്ടുകളുണ്ട് ഈ ഒരു കൂട്ടത്തിൽ. നമുക്ക് കാണുമ്പോൾ തന്നെ അത്ഭുതമൊക്കെ തോന്നും. നമ്മളിപ്പോൾ വന്നേക്കുന്നത് കൂണിൻ്റെ സെക്ഷനിലാണ്. പല ടൈപ്പ് കൂണുകളുണ്ട്, നമ്മുടെ നാട്ടിലും കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് കൂണാണ് കേട്ടോ വാങ്ങിക്കാറ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ കൂൺ വെച്ചിട്ടൊരു ബജി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂൺ എടുത്തേക്കണത്.
എന്താകുമോ എന്തോ. ഇത് കണ്ടില്ലേ, ഏത്തപ്പഴമൊക്കെ ഈ ഒരു അവസ്ഥയിലാണ് കിട്ടണത്. വലിയ പഴുപ്പൊന്നുമില്ല. നമ്മളിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം കേട്ടോ പഴുപ്പിക്കാനായിട്ട്. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മഴയുണ്ട് കേട്ടോ, നല്ല മഴ. ഈ മഴയത്ത് മഞ്ഞടിഞ്ഞ് പോകും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അവിടുന്ന് നേരെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്കാണ് വന്നേക്കുന്നത്. ഇത് വിട്ടിട്ട് ഒരു കളിയില്ല കേട്ടോ. അവിടെ വന്നാലുള്ളൂ നമുക്ക് വേണ്ടതായിട്ടുള്ള ഐറ്റംസുകളൊക്കെ കിട്ടുള്ളൂ. നല്ല മഴയുണ്ടായിരുന്നേ. പിന്നെ അങ്ങനെ നമ്മളിത് ഇതിൻ്റെ അകത്ത് വന്നപ്പോഴത്തേനും ഇവിടെ ഒരു ചിക്കൻ സ്പ്രിങ് റോള് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഒരെണ്ണം വാങ്ങിയിട്ട് എങ്ങനെയാണ് ടേസ്റ്റ് എന്നൊന്നും അറിയില്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. പിന്നെ ഇവിടെ ചിക്കൻ സമൂസയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വാങ്ങില്ല കേട്ടോ. കാരണം വെച്ചാൽ കഴിഞ്ഞ തവണ വാങ്ങിയിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, വേറൊരു ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പാല്, നെയ്യ്, അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങി. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. നമുക്കിപ്പോൾ ഇനി കുക്കിംഗ് പരിപാടിയിലേക്ക് കിടക്കാം. 4 മണിയായിട്ടുണ്ട്, വയ്യാണ്ടായി തുടങ്ങി. ഇനിയിപ്പോൾ 1.25 മണിക്കൂറുള്ളൂ കേട്ടോ. 5:45 കഴിയുമ്പോൾ ഇവിടെ വാങ്ങ് കൊടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ എന്തായാലും ഇനി സമയമില്ല, വേഗം തന്നെ നമുക്ക് പരിപാടികൾ ആരംഭിക്കാം. അപ്പോൾ ഞാനിന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് സമൂസ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് 1-2 ഐറ്റംസുകൾ ഉണ്ടാക്കാമെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കണത്. നോക്കാം ഇങ്ങനെ എത്രത്തോളം സക്സസ് ആവുമെന്ന്. ഇനിയിപ്പോൾ അതല്ല വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നു, നോക്കാമല്ലേ. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ഞാനിന്ന് ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോണത് ജ്യൂസിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇന്ന് ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു വലിയ ക്യാരറ്റ് എടുത്തത് അതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് ഇത് നമുക്ക് പീസാക്കി ഒന്ന് കുക്കറിലൊന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും മാംഗോ ജ്യൂസാണ്, പിള്ളേർക്ക് അതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. എത്രമാത്രം പിള്ളേർക്ക് ഇഷ്ടാവുന്നൊന്നും അറിയില്ല, കാരണം വെച്ചാൽ പിള്ളേർക്ക് ഇത്രയ്ക്കുള്ള പരീക്ഷണങ്ങളൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ട് കുക്കറിൽ ഇത്തിരി വെള്ളമൊക്കെ ചേർത്ത് അങ്ങോട്ട് വേവിക്കാൻ വയ്ക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പണിയിലേക്ക് തിരിയാലോ. അപ്പോൾ ഞാനിന്ന് 3 സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചേക്കണം. ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ഒരു മുട്ട പപ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയൊക്കെ അതേ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തത് ചെയ്യാം. അപ്പോൾ അതേ രണ്ടാമത്തതിന് വേണ്ടിയിട്ട് ഞാനത് കൂണെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബജി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നുറുക്കിയൊക്കെ എടുത്തിട്ട് ആ മഞ്ഞൾ ഉപ്പുള്ള വെള്ളത്തിലിട്ട് വയ്ക്കാം. എന്നിട്ട് അത് കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ അത് ക്ലീൻ ആക്കാം. ഇത് പിന്നെ അധികം വേവുള്ള സംഗതി ഒന്നുമല്ലല്ലോ, ബജി ഉണ്ടാക്കാനൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ബജി ഉണ്ടാക്കണത്. ഇത് വെച്ചിട്ട് ഞാൻ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ബട്ടർ മസാല അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ബജി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏതായാലും നോമ്പൊക്കെ അല്ലേ, സ്നാക്സുകളൊക്കെ എന്തായാലും ഉണ്ടാക്കണം. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് റെഡി ആക്കണത്. അങ്ങനെ ഞാനിതേ ചെറിയ പീസാക്കി, ഒരുപാട് ചെറുതാക്കിയിട്ടില്ല കേട്ടോ, ഒരുവിധം വലിയ പീസാക്കിയിട്ട് തന്നെയാണ് ഞാനത് വെള്ളത്തിലിട്ട് വെച്ചേക്കണത്. ഇനി ഞാനിതേ മൂന്നാമത്തെ സ്നാക്സിന് വേണ്ടിയിട്ട് പഴം നുറുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം റോളാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കണത്. അങ്ങനെയൊക്കെ തന്നെയാണോ പേര്, ഞാനിട്ട ഒരു പേര് തന്നെയാണ്. അപ്പോൾ അത് സമൂസ ഷീറ്റ് വെച്ചാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ പഴം ദേ നുറുക്കിക്കൊണ്ടിരിക്കേണ്ടത്. 2 പഴം എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല. ഒരുപാട് ഐറ്റംസ് ആകുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ 2 പഴം പഴുത്തത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വാങ്ങിയതൊന്നുമല്ല, മുമ്പ് വാങ്ങിച്ചത് ഇരിപ്പുണ്ടായതാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ മുട്ടയൊക്കെ അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ, മുട്ട പപ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കണേന്ന് അറിയണ്ടേ. അപ്പോൾ അതേ ഒരു പാത്രത്തിൽ നെയ്യൊക്കെ ഒഴിച്ച് അതിലേക്ക് നുറുക്കിയ ഈ പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഈ കായ്പോളയൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കണമൊക്കെ തന്നെയാണ്, പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ എൻ്റേതായ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നിങ്ങളൊന്ന് അറിയണ്ടേ, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ ഇതേ പഴമൊക്കെ നന്നായിട്ട് വറുത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇതേ തേങ്ങ അതുപോലെ തന്നെ പഞ്ചസാര ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ ഇങ്ങനെ ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കട്ടയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഒക്കെ ഒന്ന് അലിഞ്ഞങ്ങോട്ട് വന്നോളും, അതിലോട് മിക്സായിട്ട് പോന്നോളും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നെയ്യ് ഞാൻ ഇടയ്ക്ക് കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതെല്ലാം ഇത് കണ്ടില്ലേ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നപ്പോഴത്തേനും അതിലൊക്കെ ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ പരിപാടി ഇതിൻ്റെ ഫില്ലിങ്. ഇതെന്തായാലും ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയും ഒരു വിഭവമാണെന്ന് തോന്നണല്ലേ, പക്ഷേ ഞാൻ ഇങ്ങനെ അല്ല കേട്ടോ കഴിക്കണേ. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു, ഇതൊന്ന് ചൂടാറാൻ വയ്ക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ആ ഒരു മുട്ട പപ്സിനുള്ള ഫില്ലിങ് റെഡിയാക്കാൻ ഞാൻ ചീനച്ചട്ടിയിൽ ഇതേ സവാള, അതുപോലെ തന്നെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അങ്ങനെ ഇതെല്ലാ ഐറ്റംസുകളും കൂടി ഇട്ട് പിന്നെ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം തക്കാളിയും കൂടി ചേർത്ത് നമ്മൾ ഈ മുട്ടക്കറിക്കൊക്കെ റെഡിയാക്കൂലേ അതുമാതിരത്തെ രീതിയിൽ ഇതേ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ചാറൊന്നും ആക്കൂല കേട്ടോ, ജസ്റ്റ് ഒരു ഇത്തിരി വെള്ളവും ചേർക്കണുള്ളൂ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് ഒന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ രീതി. നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ ഞാനതേ കൂണിൻ്റെ മസാലയും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കടലപ്പൊടി, അരിപ്പൊടി, പിന്നെ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് ഇത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ പാത്തോടെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടോ കാണുന്നത്. ആ പഴത്തിൻ്റെ ആ ഒരു മിക്സ് പുള്ളിക്കാരത്തേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനത് അവിടെ ചൂടാറാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇത് ഇങ്ങനെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം. ഞാൻ കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെയാണ് ഞാനത് കൂൺ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് റെഡിയാക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ മുട്ട പപ്സാണ് റെഡിയാക്കണത്. അതിന് വേണ്ടി സമൂസ ഷീറ്റ് ഇതുമാതിരി ഇങ്ങനെ വട്ടത്തിൽ കോണാക്കി എങ്ങനെയൊക്കെയാണ് അത് പറയുക, ക്രോസാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ 4 ഭാഗവും നമുക്കിങ്ങനെ മൈദപ്പൊടി ഇങ്ങനെ മിക്സ് ചെയ്തത് നമുക്ക് തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് മുട്ടയുടെ മസാലയും മുട്ടയും ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് 4 പാടും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അത് അടിപൊളിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല രസമാണത്. ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇത് 2ാമത്തെ തവണയാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും വീഡിയോ എടുക്കലില്ലല്ലോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. നല്ല രസമുണ്ട്. ഇതൊന്നും ചെയ്യേണ്ട കേട്ടോ. ഇനി ഇതങ്ങോട്ട് നേരെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. വേറെ മുട്ടയിലോ വേറെ ബ്രെഡ് പൊടിയിലോ ഒന്നിലും മുക്കണ്ട. ഇതിപ്പോൾ 2ാമത്തെ ഐറ്റം ഉണ്ടാക്കുകയാണ്. ഇതും അതുപോലെ തന്നെ ഇങ്ങനെ ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പഴത്തിൻ്റെ ഫില്ലിങ് കൊടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കണേ കേട്ടോ. കുറച്ചും കൂടി നീളത്തിലുള്ള 2 വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തിരി കൂടി വലുതായിട്ട് കിട്ടിയാണ്. പക്ഷേ ഇത് ചെറിയ വീതി കുറവല്ലേ, അതുകൊണ്ട് അതിൻ്റെ ആ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഉള്ളിലേക്കൊന്ന് ആക്കി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ 2 സൈഡില്ലേ, ആ പുറത്തേക്ക് വന്ന സൈഡ്, അത് ഞാൻ ജസ്റ്റ് ആ മൈദപ്പൊടിയിൽ ഒന്ന് മുക്കിയിട്ട് പിന്നെ ഒരു ബ്രെഡ് ക്രംസിലും കൂടി മുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പുറത്തേക്ക് വരില്ല, അതിങ്ങനെ ഫില്ലായിട്ട് ഇരിക്കുമല്ലോ. എങ്ങനെയുണ്ട് ഐഡിയ? അതാണ്, ബുദ്ധി വേണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട്ലേറ്റ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ അതും ഫ്രൈ ചെയ്തു. നമ്മുടെ മുട്ട പപ്സ് ഫ്രൈ ചെയ്ത് അടിപൊളിയാണ് കേട്ടോ മുട്ട പപ്സ്. എൻ്റെ മക്കളെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ, ഞാൻ അങ്ങനെ ആ പഴത്തിൻ്റെ റോള് ഇവിടെ ഒക്കെ 2 സൈഡും അങ്ങനെ ഫില്ല് ചെയ്ത് ആ ഒരു ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയപ്പോൾ കണ്ടില്ലേ വേറൊരു ലുക്കിലായല്ലേ ഇപ്പോൾ കാണാനായിട്ട്. ഇതിൻ്റെ ഇടയിൽ ജ്യൂസിൻ്റെ കാര്യം മറന്നുപോയി അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ക്യാരറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ചൂടൊന്നും ശരിക്കും അങ്ങോട്ട് ആറിയിട്ടൊന്നുമില്ല. കുക്കർ വിസിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ ആ തിരക്കിൻ്റെ ഇടയിൽ അത് വിട്ടുപോയി. ഇനി ഞാൻ ഇതിലേക്ക് 2 ഈന്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുവൊക്കെ കളഞ്ഞ് 2 ഇട്ട് കൊടുക്കണം. കാരണം വെച്ചാൽ വലിയ കാട്ട ഈന്തപ്പഴം വരുന്നു. അപ്പോൾ അതുകൊണ്ട് 2 ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് വെള്ളത്തിലാണ് കേട്ടോ ഞാനിത് അടിക്കണത്. ഇതൊന്ന് അടിച്ചൊന്ന് ഇതായി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പാലൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് പിള്ളേർ കഴിക്കുമോ ഇല്ലോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ അടിച്ചാണ്ട് ഞാൻ ഉണ്ടാക്കണത്. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ ശരിക്കും ഷേക്ക് പോലെ പാലൊക്കെ ഒഴിച്ചപ്പോഴത്തേനും. ഇത് ഇനി നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷേ ഞാനതൊന്നും ചെയ്യണമൊന്നുമില്ല. അപ്പോൾ ഞാനത് നേരെ കൊണ്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മഷ്റൂം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഭയങ്കര സ്പീഡിലാണ്ടോ ചെയ്യണേ. ഓരോന്നായിട്ട് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആയതുകൊണ്ട് പിന്നെ അധികം സമയമൊന്നും എടുക്കണമെന്നില്ല. ആകെ ഇത്ര മാത്രമേ ഞാൻ മഷ്റൂം ഫ്രൈ ചെയ്യണുള്ളൂ. അങ്ങനെ എല്ലാം ഒരുവിധം സെറ്റായിട്ടുണ്ട്. ടേബിളിൽ കൊണ്ടുവന്ന് വെക്കണേണ്. അപ്പോൾ ഇനി നമുക്ക് പുറത്തെ കാഴ്ച ഒന്ന് കണ്ടാലോ. ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. 5:45 കഴിയും ഇപ്പോൾ ഇവിടെ ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും. നമ്മുടെ പുറത്തേക്കുള്ള വ്യൂ നോക്കിക്കണ്ടേ. ഇപ്പോൾ ഇരുട്ടൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ പതുക്കെ സാവധാനം ഒരു 5:45 ഒരു 6 മണിയൊക്കെ ആവട്ടെ ഇരുട്ടാകുമ്പോഴത്തേനും. അല്ലെങ്കിൽ ഒരു 4-4:30 ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവണതല്ലേ. ഇപ്പം അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു വിൻ്ററൊക്കെ കഴിയാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ ഇങ്ങനെ കാണുന്നത്. എന്തായാലും ഈ പുറത്ത് വെളിച്ചം കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ.
അപ്പോൾ ഇത് നമ്മുടെ എല്ലാം ഫ്രൈ ആയി ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ മഷ്റൂം ബജിയും പിന്നെ അതുപോലെ തന്നെ ഒരു സമൂസ ഉണ്ടായിരുന്നു കേട്ടോ, അതും ഫ്രൈ ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ബനാന റോള്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ വിഭവങ്ങൾ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്യാരറ്റ് ജ്യൂസും പിന്നെ അതുപോലെ ചായയും ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ, ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടായി. എല്ലാ ദിവസവും ഇതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം ഉണ്ടോ. ഇത്രയും വിഭവങ്ങളൊക്കെ നാട്ടിലാണെങ്കിൽ നമ്മൾ ഇത്രയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ, കടയിൽ നിന്നൊക്കെ കുറേയൊക്കെ മേടിക്കാനൊക്കെ കിട്ടും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ ഒന്നും കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ലല്ലോ, അതുകൊണ്ട് എല്ലാം നമ്മൾ ഉണ്ടാക്കി ഓരോ ദിവസം പുതിയ പുതിയ പലഹാരങ്ങളൊക്കെ ട്രൈ ചെയ്യും. അതുകൊണ്ട് മനസ്സിനും ഒരു സന്തോഷമാണ്. അപ്പോൾ ഞാനിത് ഈ മുട്ട പപ്സ് ഇങ്ങനെ കഴിക്കേണ്ട, എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റിയാണ്. ശരിക്കും പപ്സിൻ്റെ ആ ഒരു മെത്തേഡ് അല്ലെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട്. നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം ഒന്ന് അറിയിക്കണം കേട്ടോ. രാത്രിത്തേക്ക് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അൽഫാം ചിക്കനാണ് കേട്ടോ. കുഴിമന്തിയുടെ കുറച്ച് റൈസ് ഉണ്ട്, അപ്പോൾ ചിക്കനും കൂടി ചേർത്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ ഞാൻ നേരത്തെ തന്നെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ഓവനിലേക്ക് വെച്ചാൽ മതി, ഗ്രില്ല് ചെയ്ത് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഗ്രില്ല് ചെയ്യാം. ഞാൻ നിങ്ങളോട് മുമ്പൊക്കെ പറഞ്ഞിട്ടില്ലേ, ഞാനിങ്ങനെ ഇടയ്ക്ക് ചിക്കനൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ മസാലയൊക്കെ തേച്ച് വയ്ക്കട്ടെ. ഇവിടെ ഗ്രില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുണ്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ 2 ടൈപ്പാണ് വെക്കുന്നത്. ഒന്ന് അഫ്ഗാനിയും ഉണ്ടാവാറുണ്ട്, പിന്നെ ഇത് സാധാ നോർമൽ ഇതിലും. അപ്പോൾ ഇപ്പോൾ നോർമൽ രീതിയിലുള്ളതാണ് കേട്ടോ ഞാൻ കുഴിമന്തിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതേ 3 പീസാണ് വെച്ചേക്കണത്. അപ്പോൾ ഇത് മാത്രത്തെ പീസ് നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, അപ്പോൾ അതുകൊണ്ട് സുഖമാണ് നമുക്ക്. പിന്നെ അത് ഇവിടെ കൊണ്ടുവന്ന് വാഷ് ചെയ്ത് മസാല വരട്ടിയാൽ മതിയല്ലോ, കട്ട് ചെയ്തൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളതങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചതാണ്. അപ്പോൾ ഇന്നിപ്പോൾ കുഴിമന്തിയുടെ റൈസ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ പീസുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങോട്ട് ഗ്രില്ല് ചെയ്യണമെങ്കിൽ അത് കൂട്ടി അങ്ങോട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ മുട്ട ഇവിടെ വേറെ ഞാൻ പീസാക്കി വെച്ചിട്ടുണ്ട്, രാത്രി മെയിൻ ഫുഡിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഓവനിലാണ് ഉണ്ടാക്കുന്നത്, ഭയങ്കര സുഖമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒരു സൈഡ്, അങ്ങനെ 2 സൈഡും 1 മണിക്കൂറാണ് കേട്ടോ ഞാൻ ഇതിന് എടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും അടിപൊളിയായിട്ട് കിട്ടുമേ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൂലേ അൽഫാം, അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ അതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതേ നോക്കിക്കേണ്ടേ, ഈ ഒരു പരുവത്തിലാണ്. നല്ല ടേസ്റ്റാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. നമുക്ക് ഇതിപ്പോൾ ഓവൻ വേണമെന്നൊന്നുമില്ല കേട്ടോ, അല്ലാതെ നമുക്ക് പാനിലും ഉണ്ടാക്കാം. ഇതിപ്പോൾ ഇവിടെ ഓവൻ ഉള്ളത് കൊണ്ട് എനിക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, അത്ര തന്നെ. അപ്പോൾ ഇതാണ് റൈസ്. അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മുടെ മെയിനായിട്ടുള്ള ഫുഡ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് കട്ടൻ ചായയൊക്കെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ മുട്ട ഉണ്ടായിരുന്നു, ആ മുട്ടയിൽ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഇട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇന്നത്തെ ഫുഡ്. ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ്ടോ നമ്മുടെ എല്ലാ ദിവസങ്ങളും കടന്നു പോണത്. ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും, ഫുഡുകളൊക്കെ ഉണ്ടാക്കും, നോമ്പ് തുറക്കും, ഇതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ശനി ഞായറൊക്കെ ആകുമ്പോഴാണല്ലോ നമ്മളൊന്ന് പുറത്തേക്കൊക്കെ പോണതും ഒക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും അമേരിക്കയിലെ വ്യത്യസ്തമായിട്ടുള്ള നോമ്പുതുറ വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.